ആദമിന് പറയാനുണ്ട്, നീ എനിക്ക് തുണയായി തന്ന കൂട്ടിന് തന്ന ഈ സ്ത്രീ. ചില ദിവസങ്ങൾക്ക് മുമ്പ് ഹവ്വയെ ആദമിന്റെ വാര്യലിൽ നിന്നും ദൈവം സൃഷ്ടിച്ച് മുമ്പേ കൊണ്ടു നിർത്തിയപ്പോൾ ആദം പറഞ്ഞൊരു കാര്യമുണ്ട്, ഇവൾ എന്റെ അസ്ഥിയോട് അസ്ഥിയും മാംസത്തോട് മാംസവും എന്ന് പറഞ്ഞ് ഹവ്വ എന്ന് പേർ വിളിച്ചു. അതേ ആദം ഇപ്പോൾ പറയുക, നീ എനിക്ക് കൂട്ടിന് തന്ന ഈ സ്ത്രീ. ആ ടോൺ പോയത് കണ്ടോ? പാപം ചെയ്തപ്പോൾ, ദൈവ സന്നിധിയിൽ നിന്ന് അന്യാധീനമായപ്പോൾ അവിടെ അവർ തമ്മിലുള്ള ബന്ധത്തിനും ഉലച്ചിൽ സംഭവിച്ചു, ഇടർച്ച സംഭവിച്ചു. കാരണം തോട്ടം കാപ്പാന ദൈവം ആദമിനെ സൃഷ്ടിച്ചത്. അവൻ കാക്കേണ്ടതിനെ, അവൻ പരിപാലിക്കേണ്ട തോട്ടത്തെ അവൻ കാക്കാതിരുന്നപ്പോൾ ആ ഗ്യാപ്പിക്കൂടെ സാത്താൻ അതിനകത്ത് കയറി ഹവ്വയെ വശീകരിച്ചു. കുഴക്കുന്ന ചോദ്യവുമായിട്ട് ഇവൻ രംഗപ്രവേശം ചെയ്തേ. വാസ്തവത്തിൽ ദൈവം അങ്ങനെ തന്നെയാണോ പറഞ്ഞേ? സാത്താനും ഇത്രയേ ഉള്ളൂ, കുഴക്കുന്ന ചോദ്യം ചോദിച്ചു എങ്ങനെയും ദൈവം വിരോധിച്ചതിനെ അതിലേക്ക് കൈ നീട്ടിക്കുക. പഴം പറിക്കാൻ സർപ്പത്തിന്റെ മുഴുവൻ സപ്പോർട്ട് ഹവ്വയ്ക്ക് ഉണ്ടായിരുന്നു. ഭക്ഷിച്ച് തേജസ്സിൽ നിന്നും തോട്ടത്തിന്ന് പുറത്തു പോയപ്പം ആ ശാപം അനുഭവിക്കാൻ ഹവ്വയും ആദമുമേ ഉണ്ടായുള്ളൂ. മനസ്സിലാകുന്നോ? ദൈവകൃപയിൽ നിന്ന് അന്യാധീനപ്പെട്ടു പോയപ്പോൾ ആ ശാപം ഹവ്വ അനുഭവിച്ചു, ആദം അനുഭവിച്ചു. അവിടെ സർപ്പത്തിന്റെ സപ്പോർട്ട് ഒന്നും കിട്ടിയില്ല. പിന്നീട് അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടും വലിയ കാര്യമില്ല.